ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ കണ്ടാലോ? നമുക്ക് പൊതിച്ചോറ് കഴിക്കാനായിട്ട് കുറേ നാളുകളായിട്ട് ആഗ്രഹമായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നൊരു പൊതിച്ചോറ് വാങ്ങി. അത് ഫ്ലോപ്പായതാണ് ഇപ്പോൾ പൊതിച്ചോറ് ചെയ്യാനുള്ള പ്രചോദനം കേട്ടോ. നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് യാത്രയൊക്കെ പോകുമ്പോഴും എയർപോർട്ടിലോട്ട് വരുമ്പോഴൊക്കെ നമ്മൾ കെട്ടിത്തരുന്നൊരു വിഭവമാണ് പൊതിച്ചോറ്. അപ്പം സിമ്പിളായിട്ടുള്ള കുറച്ച് ഡിഷസ് എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വിഭവങ്ങളാണ് പൊതിച്ചോറിൻ്റെ ഹൈലൈറ്റ്. ഒന്നാമതായിട്ട് നല്ല കിളിമീൻ വറുത്തത്. ആദ്യം നല്ലതായിട്ട് കിളിമീൻ വറുത്ത് മാറ്റി വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങാണ് നമ്മൾ മെഴുക്കുവരട്ടിക്ക് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി നമ്മുടെ നൊസ്റ്റാൾജിക് ഐറ്റമാണ്. നമ്മൾ പൊതി കെട്ടിക്കൊണ്ടുപോകാൻ സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ രുചിയോടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊരു മെഴുക്കുവരട്ടിയാണ് ഉരുളക്കിഴങ്ങ്. കൂടാതെ മാങ്ങാ ചമ്മന്തിയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന. മാങ്ങയോ തേങ്ങയോ നല്ല ചമ്മന്തി അരച്ചെടുക്കാം. അതിന് രാവിലെ തന്നെ ചച്ചൻ ഡേ ഫ്രഷിൽ നിന്ന് നല്ലൊരു മാങ്ങയൊക്കെ വാങ്ങി നല്ല രീതിയിൽ ചമ്മന്തി അരച്ചെടുത്തു കേട്ടോ. അങ്ങനെ 2-3 ദിവസത്തേനുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. മാങ്ങയുടെ നല്ല ടേസ്റ്റും തേങ്ങ എല്ലാം കൂടെ ചേർത്ത് നല്ല രുചികരമായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊതിക്കുള്ള വിഭവങ്ങളൊക്കെ റെഡിയായി. കിളിമീൻ വറുത്തത്, അതുപോലെ നമ്മുടെ നാട്ടിൽ കപ്പളങ്ങ എന്ന് പറയും, അച്ചാച്ചൻ്റെയൊക്കെ നാട്ടിൽ ഓമയ്ക്ക എന്ന് പറയും. അങ്ങനെ കപ്പളങ്ങ തോരനും ഉള്ളിയും തേങ്ങയൊക്കെ ചേർത്ത് പൊരിച്ച നല്ല മുട്ട പൊരിച്ചതും കേട്ടോ. ഇത്രയും മതി. നല്ല സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് പൊതിച്ചോറ് കെട്ടി വെക്കാം. പൊതിച്ചോറ് കെട്ടി വാട്ടിയ ഇലയിൽ ചൂട് ചോറും കറികളും എല്ലാം കൂടി ചേർത്ത് കുറേ നേരം ഇരുന്ന് എടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അതിനു വേണ്ടി നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കറികളൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിന് വേണ്ടി റെഡിയാക്കി വെച്ചതാണ്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള പൊതിച്ചോറിൻ്റെ കറികൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇല നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഡേ ഫ്രഷിൽ നിന്ന് വാങ്ങിയ ഇലയാണ്. ഒരിടയ്ക്ക് നമുക്ക് ഇലകളൊന്നും അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സുലഭമായി കിട്ടുന്നതാണ് വാഴയില. വാഴയില കൂട്ടി നമ്മൾ ചോറ് കെട്ടുന്നത് സ്ഥിരമായിട്ടുള്ളൊരു ഹോബിയാണ് കേട്ടോ. വല്ലപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഈ പൊതിച്ചോറ് കെട്ടി പോകുന്ന ഒരു ശീലമുണ്ട്. അപ്പം ഇത് അച്ചാച്ചൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞുള്ളൊരു ശീലമാണ്. ഞങ്ങൾ ലാസ്റ്റ് 6 മാസം മുമ്പ് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് പൊതിച്ചോറ് കെട്ടി എല്ലാവരും ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വിരുന്ന് കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് പൊതിച്ചോറ് കിട്ടുന്നത്. കൊറോണ ടൈമിൽ നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബിന് വേണ്ടി ഒരു കണ്ടൻറ്റ് ചെയ്തത് പൊതിച്ചോറാണ്. പക്ഷേ അത് നമ്മുടെ ലാപ്പിൽ കിടന്ന് എങ്ങനെയോ മിസ്സായിപ്പോയി. അത് കഴിഞ്ഞ് ഇതുവരെ ഇടണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ നല്ല ഇല വാട്ടി നടുവിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കുക. ചോറിൻ്റെ സൈഡിലേക്ക് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് അടുത്ത വിഭവം ഇട്ട് കൊടുക്കാം. അടുത്ത വിഭവം എന്ന് പറയുന്നത് നമ്മുടെ കപ്പളങ്ങ തോരനാണ്. കപ്പളങ്ങ തോരൻ. അപ്പോൾ ഇല വാട്ടുന്നതും അതുപോലെ അതിനകത്തേക്ക് വിഭവങ്ങൾ വിളമ്പുന്നതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണല്ലോ. അതുകൊണ്ട് അത് അച്ചാച്ചനാണ് ചെയ്യുന്നത്. ഞാൻ വിളമ്പി വെക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വഴക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മൂന്നാമനായിട്ടുള്ള ചമ്മന്തിയാണ്. അതിന് പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ. മാങ്ങ ചേർത്തരച്ചുകൊണ്ട് തന്നെ നല്ല മാങ്ങയുടെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല മാങ്ങ ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചത് നമുക്ക് നടുവത്ത് വെച്ച് കൊടുക്കാം. ഉള്ളിയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് പൊരിച്ച മുട്ടയാണ്. അതുകൂടാതെ നമ്മുടെ ഫൈനലായിട്ടുള്ള മീൻ വറുത്തതും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പൊതി ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് പൊതി കെട്ടി മാറ്റാം കേട്ടോ. നമ്മൾ ഓൾറെഡി ഉച്ചയൊക്കെ ആയി ഇത് പ്രിപ്പയർ ചെയ്തെല്ലാം സെറ്റായി വന്നപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈകിട്ടത്തേന് ഇല കെട്ടി വെച്ച വൈകുന്നേരം കുറച്ച് നേരം ഇരുന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫൈനൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരത്തേന് ഇല പൊതി തുറന്നാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് നമ്മൾ ഈ കറികളൊക്കെ കൂട്ടി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് എഫോർട്ട് എടുത്താലും ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതൊരു എന്തോന്ന് ഇല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ഒരു യൂണിറ്റിയുടെയും അതുപോലെ ഒരു കരുതലിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മുടെ അമ്മമാർ പൊതി കെട്ടി തന്നു വിടുന്നതിൻ്റെ ഒരു സ്നേഹവും എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപോലെ ചേർന്ന് 1-2 ദിവസങ്ങളായിട്ടാണ് നമ്മൾ ഓരോ കറികളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. ഇതിനകത്ത് ചമ്മന്തി ഉണ്ടാക്കിയത് അച്ചാച്ചനാണ്. തേങ്ങാ ചമ്മന്തിയും മീൻ വറുത്തത്, നാരങ്ങ അച്ചാർ, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എൻ്റെ വകയും ചമ്മന്തി മുട്ട പൊരിച്ചതും അച്ചാച്ചൻ്റെ വക. അങ്ങനെ ഒരുമിച്ച് ഒലക്കമേലും കിടക്കാമെന്ന് പറഞ്ഞ പോലെ പിന്നെ ഇല വാട്ടിയതും കെട്ടിയതും എല്ലാം അച്ചാച്ചനാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒരു അടിപൊളി പൊതി കെട്ടി കേട്ടോ. നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഒരു പൊതിയൊക്കെ കെട്ടി വെച്ചു. എല്ലാ തവണയും നാട്ടിൽ വെച്ച് നമ്മൾ ഇവാച്ചൻ ചോറുണ്ണത്തില്ലെങ്കിൽ ഞങ്ങൾ അവനെ ഒരു പൊതി കെട്ടി വെക്കാറുണ്ട്.
അതൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ഇതാണ് ഫൈനലായിട്ടുള്ള ഇലപ്പൊതി. അങ്ങനെ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇലപ്പൊതി കെട്ടി കുറച്ച് വൈകുന്നേരത്തിന് കഴിക്കാം. അടിപൊളി ഇലപ്പൊതിയൊക്കെ തുറന്നു, എല്ലാം സെറ്റായിട്ട് കണ്ടോ. ചോറ് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. നല്ല ചൂട് ഇലയ്ക്കകത്ത് പൊതിഞ്ഞ ചോറും കറികളും എല്ലാം കൂടെ പറ്റി പിടിച്ച് അത് തുറക്കുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. അത് തുറന്ന് അതിനകത്ത് ചോറും കറികളും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതൊരു ഒന്നൊന്നരയാണ് കേട്ടോ. നമുക്ക് എത്ര അൽഫാമും കുഴിമന്തിയും ബിരിയാണിയും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിലും നമ്മുടെ നാടൻ ഫുഡെന്ന് പറയുന്ന ഒരു ഒന്നൊന്നര വൈബ് തന്നെയാണ്. അങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇത് കഴിക്കുന്നൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. നമ്മൾ കടകളിൽ പോയി വാങ്ങിച്ചാലും നമുക്ക് ഈ സന്തോഷം കിട്ടത്തില്ല. നമുക്ക് ലാസ്റ്റ് ടൈം കടയിൽ പോയി വാങ്ങി കഴിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് ഇപ്പം നമ്മൾ പൊതിച്ചോറ് കിട്ടിയത് കണ്ടോ. എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു മിക്സിലിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഇല തുറന്ന് കറികളൊക്കെ കൂട്ടി ചോറ് കഴിച്ചു കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഒരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ മീനെടുത്ത് മാറ്റി വെച്ച് സൈഡിലേക്ക് അച്ചാറ്, ചോറിനകത്തതുപോലെ കിഴങ്ങ് മെഴുക്ക് പുരട്ടി, ചമ്മന്തി, തോരൻ ഇതെല്ലാം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് ചാച്ചൻ ഓൾറെഡി കഴിച്ച് തുടങ്ങി കേട്ടോ. ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പം കഴിക്കട്ടെ. See you with another video. Thank you.